ഫ്രീ തികച്ചും ഫ്രീ. കാണൂ രുദ്രയുടെ എല്ലാ മാന്ത്രിക സാഹസങ്ങളും തികച്ചും സൗജന്യമായി ജിയോ സിനിമയിൽ മാത്രം. എല്ലാവരും വേഗം വരൂ. വൈകുന്നേരത്തിന് മുൻപ് കുതിരയെ തേടി കണ്ടുപിടിക്കണം. പക്ഷേ അവൻ എവിടെയുള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ. എത്തി കഴിഞ്ഞു. എത്ര വേഗം അവനെ തേടി കണ്ടുപിടിക്കണം. ആദ്യം ആ വഴിക്ക് പോവാം. ആരത്? ഹായ് സെന്റോർ. ഹായ്, പറയൂ രുദ്ര, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? സെന്റോർ എന്നെ മുത്തശ്ശനാ പറഞ്ഞയച്ചത്. സൺസെറ്റിക്കും കാൽസെറ്റിക്കും ഇടയിൽ ഒരു ഹോഴ്സ് റേസ് നടക്കാൻ പോവാ. ഞാനും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്കിപ്പോ സ്പെഷ്യൽ ഹോഴ്സ് ഒന്നും ആവശ്യമുണ്ട്. അതിനെ ഷാക്കാലിനോ അവന്റെ മാജിക്കൽ ഫ്രണ്ട്സിനോ മാജിക് ചെയ്ത് വശത്തിലാക്കാൻ പറ്റാത്ത ഒന്നായിരിക്കണം, അല്ലേ? അതെങ്ങനെയാ നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കിയത്? നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കുന്നല്ലോ സെന്റോർ. ഇവിടെയുള്ള ഞങ്ങളുടെ ബേർഡ്സ് എല്ലായിടത്തും പറക്കാറുണ്ട്. എല്ലാവിധ ഇൻഫർമേഷനും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് തരും. മുത്തശ്ശൻ പറഞ്ഞത് ഇവിടെ ജോയ്ലാൻഡിൽ ഒരു ബ്ലാക്ക് ഹോഴ്സ് ഉണ്ടെന്നാ. അതിൽ ആരുടെ മാജിക് പവറും വർക്കാവില്ലെന്നാ പറഞ്ഞത്. യെസ് രുദ്ര, ഇൻഫർമേഷൻ ശരിയാണ്. അവന്റെ പേര് ബ്ലാക്ക് ഡോൺ എന്നാണ്. പക്ഷെ അവന്റെ മുകളിൽ അവൻ ആരെയും സവാരി ചെയ്യാൻ സമ്മതിക്കില്ല. നീ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. പൊതുവെ അവൻ ഈ സമയത്ത് വാട്ടർഫോൾസിന്റെ അടുത്താണ് നിൽക്കാറുള്ളത്. രുദ്ര, നമുക്ക് യൂണിക്കോണിന്റെ സഹായം ചോദിച്ചാൽ എന്താ? അവന്റെ മേലെ ആർക്കും മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. വൈറ്റ് യൂണിക്കോണെ യൂസ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഷക്കാൽ ഇങ്ങനത്തെ ഒരു റൂൾ ഉണ്ടാക്കിയത്. അങ്ങനെയാകുമ്പോ യൂണിക്കോണെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. വൈറ്റ് യൂണിക്കോൺ അനുവാദം ഇല്ലെങ്കിൽ നമുക്ക് റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാലോ. അപ്പൊ പ്രശ്നമില്ലല്ലോ. അയ്യോ, വരനൊന്നും മിണ്ടാതിരിക്കാം. യൂണിക്കോൺ വേറൊരു കളറിലും ഇല്ല. പക്ഷെ ബ്ലാക്ക് കളർ യൂണിക്കോൺ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ നീ ബ്ലാക്ക് ഹോഴ്സ് ആണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും ആ റേസിൽ ജയിക്കാൻ പറ്റും. എന്നാ ശരി, ഞാൻ പരമാവധി ശ്രമിക്കാൻ തയ്യാറാ. താങ്ക് യു വെരി മച്ച്. നിൽക്കുന്നു ബ്ലാക്ക് ഡോൺ. ബ്ലാക്ക് ഡോൺ, എന്റെ പേര് രുദ്ര. എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. സൺസെറ്റിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. നിന്നെ നിർബന്ധിക്കാൻ യാതൊരു ഉദ്ദേശം എനിക്കില്ല. നീ സമ്മതിക്കുന്നവരെ ഞാൻ പിന്മാറില്ല. ഒന്ന് നിൽക്ക്. പ്ലീസ് സമ്മതിക്ക. ഒന്നിൽക്ക് കൂട്ടുകാരെ, ഞാൻ പറയുന്നത് കേൾക്ക്. രുദ്രയ്ക്ക് ബ്ലാക്ക് ഹോഴ്സ് കിട്ടിയെന്നാണ് തോന്നുന്നത്. എനിക്ക് നിന്നെ ഹേർട്ട് ചെയ്യാൻ ഒരു ഉദ്ദേശവുമില്ല. നിനക്ക് മാത്രമേ ഇനിയിപ്പോ സഹായിക്കാൻ പറ്റൂ. പ്ലീസ് എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഏയ് രുദ്ര, നീ വിചാരിച്ചത് സാധിച്ചിരിക്കുകയാണ്. എനിക്കിത് ഒട്ടും തന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല രുദ്ര. ഈ ലോകത്തിലെ ആദ്യത്തെ മജീഷ്യനാണ് നീ ഈ ബ്ലാക്ക് ഡോണെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക്. റേസിൽ തീർച്ചയായിട്ടും നീ തന്നെയായിരിക്കും വിജയിക്കുന്നത്. കാരണം ഈ ഹോർസ് അതിഭയങ്കര ശക്തിശാലിയാണ്. അത് ഈ ലോകത്തിൽ വേറെ ആർക്കും അറിയില്ല. സമയമാകുമ്പോ നീ അത് മനസ്സിലാക്കും. റേസ് തുടങ്ങാനുള്ള സമയമായി കഴിഞ്ഞു. നമ്മുടെ രുദ്ര എവിടെയാണ്? ഇത് അന്ന് ഞങ്ങൾ
വാങ്ങിക്കാൻ പോയ ബ്ലാക്ക് ഹോഴ്സ് തന്നെയല്ലേ? കണ്ടിട്ട് അങ്ങനെ തന്നെയാ തോന്നുന്നത്. ശരി ശരി ശരി, എല്ലാവരും ഒന്ന് സമാധാനിക്കേ. റേസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളെല്ലാവരും റൂൾസ് മനസ്സിലാക്കിയിരിക്കണം. റൂൾ നമ്പർ 1, മാജിക് കാണിച്ച് ആരും ഈ റേസിൽ ജയിക്കാൻ ശ്രമിക്കരുത്. ആരും ഹോഴ്സിൽ ഇരുന്നോട് മാജിക് കാണിക്കാൻ ശ്രമിച്ചാൽ ഈ റേസിൽ നിന്ന് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. റൂൾ നമ്പർ 2, ഒരാളും മറ്റൊരാൾക്ക് നേരെ മാജിക് കാണിക്കാൻ ശ്രമിക്കരുത്. റൂൾ നമ്പർ 3, നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ തടസ്സങ്ങൾ കടന്നു പോകണമെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങിന്റെ ട്രിക്ക് മാത്രമേ അനുവദിക്കുകയുള്ളൂ. റൂൾ നമ്പർ 4, ലാസ്റ്റ് പോയിന്റ് എന്താണെന്നറിയാമോ? ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ എന്തെങ്കിലും അപകടമുണ്ടായാൽ നിങ്ങൾ നിങ്ങളെ സ്വയം രക്ഷിക്കാനായിട്ട് മാജിക് പവർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ എല്ലാവരും റെഡിയല്ലേ? റേസ് ആരംഭിക്കട്ടെ. ഓക്കേ, ഓൺ യുവർ മാർക്സ്, ഗോ. അല്ല, ഹെഡ്സെറ്റ് വാക്ക് പറഞ്ഞില്ലല്ലോ. റൂൾസ് ഇല്ലാതെ ഒന്നും എഴുതിയിട്ടില്ല. ഓൺ യുവർ മാർക്സ് എന്നതിന് ശേഷം ഗെറ്റ് സെറ്റ് എന്നൊരു വാക്ക് എവിടെയും പറയണമെന്ന് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ, എല്ലാരും മുന്നോട്ട് പോയി കഴിഞ്ഞു. വേഗം വേഗം ഓടിക്കൂ. അതെ അതെ, ഓടിക്കോ. ഷാഡി, രുദ്ര, വരുൺ, മായ എല്ലാവരും പുറകിലാണ്. ശകലമാവന്റെ ട്രിക്സ് വർക്കൗട്ടായി. നമ്മൾ എങ്ങനെയെങ്കിലും ആ ഹേർഡിൽ ക്രോസ് ചെയ്യണം. വരൂ മുത്തശ്ശ, ടിഫിൻ റെഡിയാണ്. സർ മജിസ്ട്രിക്കോ, നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് റേസ് മോണിറ്റർ ചെയ്യാം. ഇനി ഞാൻ റേസിനെ ഒരു വഴിയാക്കും. നീ തയ്യാറായിട്ടിരുന്നു രുദ്ര? അവൻ അവിടെ കുടുങ്ങിപ്പോയി. ഇനി നീ എന്ത് ചെയ്യും രുദ്ര? അല്ല, ഇതൊരു ചുഴി മണലാണല്ലോ. ഇത് നമ്മളുടെ ഹഡിൽസ് അല്ലല്ലോ. വിഷമിക്കണ്ട, ഞാൻ നിന്നെ പുറത്തെടുക്കാം. മാജിക് ചെയ്യരുത് പ്ലീസ്. ദയവേത് നീ ഇപ്പൊ മാജിക് ചെയ്യരുത്. സോറി, ഇത് ജീവന് അപകടം പിടിച്ച ഒരു അവസ്ഥയാ. രുദ്ര മാജിക് യൂസ് ചെയ്യുന്ന സമയമാണിത്. രുദ്ര, ഇത്തരം സിറ്റുവേഷനിൽ മാജിക് അലൗഡ് ആണ്. നീ എന്തെങ്കിലും ചെയ്യ. വേഗ സ്പീഡിലോട്, വേഗ സ്പീഡിലോട്. പില്ലറിന് താഴെ വീഴാതെ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്യണം. കൊള്ളാം കൂട്ടുകാരാ, നീ
തന്നെയാണ്. കലക്കി എന്തൊരു സ്പീഡിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. മിണ്ടിപ്പോകരുത്, നീ എന്റെ സൈഡാണെന്ന് മറക്കണ്ട. എനിക്ക് തോന്നുന്നത് ഇത് ആ ഹോഴ്സ് ആണെന്നാ. അതിനെ പിടിക്കാനാ നമ്മൾ കാട്ടിലേക്ക് പോയത്. അതെ അതെ, ഞാൻ നിങ്ങളുടെ സൈഡ് തന്നെയാ. പക്ഷെ അവന്റെ ഓട്ടം അടിപൊളിയല്ലേ? ആ ഓട്ടം കണ്ടില്ലേ? നിങ്ങൾ എന്തായി ചെയ്തത്? സോറി ശർത്താൽ, സോറി. അവനെ ഞാൻ ഒരിക്കലും ജയിക്കാൻ സമ്മതിക്കില്ല, എന്തു വന്നാലും ശരി. അയ്യോ, ഇവര് നമുക്ക് മേലെ പോവുകയാണല്ലോ. ഇനിയിപ്പോ രുദ്ര എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. ഇവരെന്താ വെള്ളത്തിലിറങ്ങി നീന്തി പോകൂ? ബ്ലാക്ക്, നിനക്ക് വെള്ളത്തിൽ ഇറങ്ങി പോകാൻ പറ്റുമോ? നിനക്ക് എത്രയും വേഗം ഓടാൻ പറ്റുമോ ഓടിക്കോ. അതുവരെ ശ്വാസം അടക്കി പിടിച്ച് ഞാൻ ഇരുന്നോളാം. ചേട്ടാ, ആ ലേക്കിന്റെ മുൻവശത്ത് വെള്ളത്തിന്റെ ഓരോ ബബിൾസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്ന് വെച്ചാൽ രുദ്രയും ആ കുതിരയും വെള്ളത്തിൽ മുങ്ങുകയാണോ? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അഥവാ അവരങ്ങനെ മുങ്ങിപ്പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ബബിൾസ് അങ്ങനെ വരത്തുള്ളൂ. ഇത് ടോട്ടൽ ലൈൻസ് ഓഫ് ബബിൾസ് ആണല്ലോ. എന്ന് വെച്ചാൽ അവർ വെള്ളത്തിന്റെ അടിയിൽ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. രുദ്ര എന്തൊരു എൻട്രിയാ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? വാ, വീണ്ടും എന്നെ ദ്രോഹിക്കുന്നു ശാക്കാൽ. സോറി സോറി, എന്നോട് ക്ഷമിക്കൂ. ഇനി ഞാൻ അവനെ കുറിച്ച് ഒരിക്കലും പ്രശംസിച്ച് സംസാരിക്കില്ല. എന്നാലും എന്തൊരു എൻട്രി ആയിരുന്നു അത്. അത് സമ്മതിച്ചു കൊടുക്കണം. എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. ജയജിൻ ചൗഹാൻ, ആ ക്യുക്ക് സാൻഡ് പിറ്റ്, പിന്നെ ആ ലേക്ക് പോലുള്ള ഒബ്സ്റ്റിക്കിൾസ്, അതൊന്നും നമ്മൾ ആ റേസിന് വേണ്ടി പ്ലാൻ ചെയ്തതല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നീയാണോ ചെയ്തത്? അല്ല സാർ മജിസ്റ്റിക്കോ, ആ രണ്ട് ഓബ്സ്റ്റിക്കൽസും ആര് ചെയ്തു എന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയയുമില്ല. പക്ഷെ രുദ്ര അവിടെ മാജിക് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവനത് സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആരും എന്തോ ചതി നടത്തിയിട്ടുണ്ട്. ഷക്കാൽ, നിനക്കെന്ത് തോന്നുന്നു? ഷക്കാൽ, ഓ, അപ്പോൾ ഷകാൽ തന്റെ ഇമേജ് ഇവിടെ വിട്ടിട്ട് പോയിരിക്കുകയാണ്. എന്നിട്ട് അവനോട് രുദ്രയെ തോൽപ്പിക്കാൻ ചതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ജെനിക്കും ജോഡിക്കും ഈ റേസ് ജയിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും മാജിക് യൂസ് ചെയ്തേ പറ്റൂ.
ശ്ശെടാ, എന്തത്? അതിന് കൊമ്പുണ്ടല്ലോ. ബ്ലാക്ക് യൂണിക്കോൺ ആണോ? അല്ലല്ല, യൂണിക്കോൺ ആണെങ്കിൽ അതിന് ചിറകുകൾ ഉണ്ടാവുമായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇപ്പോ ബ്ലാക്ക് യൂണിക്കോൺ എത്തുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നതാണ്. ഷെടാ, ബ്ലാക്ക് യൂണിക്കോൺ ശരിക്കും ഉണ്ടോ? ഞാൻ അതില്ലെന്നാ കരുതിയത്. ശരിക്കും ഇമാജിനേഷൻ ആണെന്നാ വിചാരിച്ചത്. ഞാൻ എന്താ ചെയ്യുക? പറയേ. ഈ റേസിൽ ജയിക്കുമെന്നാണ് തോന്നുന്നത്. നീ കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി നീ ഒന്നും ചെയ്യില്ല. സർ മജസ്റ്റിക്കൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അദ്ദേഹം നിന്നോട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് രുദ്ര, നീ എല്ലാ ഹോട്ടൽസും ക്രോസ് ചെയ്ത് റേസിൽ ജയിച്ചിരിക്കുകയാണ്. ഈ ട്രോഫി വിജേതാവായ നിനക്കുള്ളതാണ്. ഹർഷകാൽ, നീ എന്നെ എന്റെ ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്യ്. നീ ചെയ്ത ചീറ്റിങ്ങിന് ഞാൻ നിനക്ക് തീർച്ചയായും ശിക്ഷ നൽകും. താങ്ക് യു സർ മജസ്റ്റിക്കോ. താങ്ക് യു വെരി മച്ച് ബ്ലാക്ക് ഡോൺ. നീ കാരണമാണ് ഞങ്ങൾ ഈ റേസിൽ ജയിച്ചത്. ശരിക്കും നീ ആരാന്ന് ഞങ്ങൾക്ക് കാണിച്ചിരിക്കാണ്. അതിന് താങ്ക് യു. ഞങ്ങൾ എല്ലാരും കരുതിരുന്നത് ബ്ലാക്ക് യൂണിക്കോൺ ഒരു മിത്ത് ആണെന്നാണ്, ഒരു സങ്കല്പം മാത്രം. നീ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ നിനക്ക് തിരിച്ചു പോകാം.